ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നമ്മുടെ ചാനലിന് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ നമ്മുടെ ചാനലിനെ ഒരു ട്രേഡിംഗ് ചാനലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ഇതിലേക്ക് ഉള്ളൊരു ജേണിയിലായിരുന്നു. ആക്ച്വലി ഒരു എനിക്കൊരു എന്താ പറയുന്നൊരു ബ്രേക്ക് ഈവൻ കിട്ടാനുള്ളൊരു ഒരു ഒരു ട്രേഡിങ്ങിലായിരുന്നു ഞാൻ. എനിക്കിപ്പോൾ ഓൾറെഡി പ്രോഫിറ്റിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചാനലിലോട്ട് നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അല്ല, ഞാൻ 2024 ജാനുവരി തൊട്ട് ഡിസംബർ 31 വരെയുള്ള ഒരു PNL ഷെയർ ചെയ്യാം. ഓക്കെ, ഇതൊരു റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരു പോസിറ്റീവ് വൈബ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. ഓക്കെ, ഞാൻ സെബിയുടെ റൂൾ പ്രകാരം അങ്ങനെ ചെയ്തുകൊടുന്നതാണ്. പിന്നെ പുതിയ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. സ്റ്റോക്കൊക്കെ റെക്കമെൻഡേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചാർട്ട് കാണിച്ചുകൂടെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ നോക്കി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ റെക്കമെൻഡേഷനൊന്നും ആയിട്ടെടുക്കരുത്. എല്ലാവരും അവരവരായിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കൊണ്ട് കാണിച്ചിട്ട് വേണം സ്റ്റോക്സിലൊക്കെ എൻട്രി എടുക്കാൻ. ഓക്കെ, ഞാനിപ്പം എൻ്റെ കഴിഞ്ഞ വർഷത്തെ PNL, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അല്ല, ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള PNL ഷെയർ ചെയ്യാം. ഞാനിപ്പം ഓക്കെ ഷോ PNL. ഓക്കെ, ഇതിൽ ഞാൻ മെയിനായിട്ട് ഇക്വിറ്റി ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസാണ് ട്രേഡ് ചെയ്യാറ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്സ് വാങ്ങുക, വിൽക്കുക. ഞാൻ പർട്ടിക്കുലർലി സ്വിംഗ് ട്രേഡാണ് ചെയ്യാറ്. ഒരു വീക്കിലേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുക, ഒരു വീക്ക് കഴിയുമ്പോൾ വിൽക്കുക. നമുക്ക് നോക്കാം. ഇക്വിറ്റിയിൽ നമ്മൾ PNL കമ്പൈൻഡ് അല്ല, റിയലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ ഓൾറെഡി പ്രോഫിറ്റിലായ സ്റ്റോക്സാണ്. കമ്പൈൻഡ് എടുത്താൽ നമ്മൾ അൺറിയലൈസ്ഡും റിയലൈസ്ഡും കൂടെ ചേർത്താണ് വരുന്നത്. റിയലൈസ്ഡ് PNL സെലക്ട് ചെയ്തു. നമ്മുടെ ഡേറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 2024. ഓക്കെ, 2024 ജാനുവരി 1 ടു ഡിസംബർ 2024. ഓക്കെ, 1 മിനിറ്റ്. ഡിസംബർ 31. ഓക്കെ, നമ്മൾ ഡേറ്റ് കൊടുത്തു, ഇക്വിറ്റി കൊടുത്തു, റിയലൈസ്ഡ് കൊടുത്തു. ഓക്കെ, റിപ്പോർട്ട് ബിൽഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ കഴിഞ്ഞ 2024 PNL എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 51,000 നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിൽ ചാർജസ് ആൻഡ് ടാക്സസ് എല്ലാം കൂടെ പോയിട്ട് നമുക്കൊരു 47,000 നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്, ഇക്വിറ്റിയിൽ. ഓക്കെ, ഇതിൽ നമ്മൾ കുറേ സ്റ്റോക്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ലോസ് ഉണ്ട്, കുറച്ച് പ്രോഫിറ്റ്. ഓവറോൾ പ്രോഫിറ്റിലാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടി എനിക്ക് തോന്നുന്നു ബനാറസിലാണ് തോന്നുന്നു. 8,600 കിട്ടി. അതിൽ കൂടുതൽ എന്തുകൊണ്ട് കിട്ടിയ വരുന്നത്. കുറേ സ്റ്റോക്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് കോഹിനൂർ, ഇതിലായിരുന്നു നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടിയത്. ഒരു 9,000 സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോസ്റ്റ്ലി നമ്മളെല്ലാം പച്ചയിൽ തന്നെയാണ്. ഇടയ്ക്ക് 1-2 ലോസ് വന്നിട്ടുണ്ട്, ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു 47,000 ചാർജസ് എല്ലാം പോയിട്ട് നമുക്ക് മേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പറഞ്ഞാൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയും. അതിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഇതേ സെയിം ഡേറ്റ് തന്നെയാണ്. നമുക്ക് റിയലൈസ് നോക്കാം. ഓക്കെ, നമുക്കൊരു 30,000 കിട്ടി. പക്ഷേ നമുക്കൊരു 13,000 ചാർജസ് വന്നിട്ടുണ്ട്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിനകത്ത് വന്നൊരു കുറച്ച് ഇതാണ്. അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 17,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ നമുക്ക് എത്ര ആയിരുന്നു? 47 + 17. അതാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 64,000 നമുക്ക് കഴിഞ്ഞ ഒരു ഇയറിൽ കിട്ടിയിട്ടുണ്ട്, മേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് റിവീലിംഗ് ആണ്, ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫൈൻ. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ പ്യുവർ പ്രൈസ് ആക്ഷനാണ്. ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി എടുക്കുക. ഇപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഡൗൺ സൈഡ് ആയിരുന്നു. ട്രെൻഡ് ലൈൻ വരച്ചിട്ട് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഐ തിങ്ക് ദ ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ദിസ് ഈസ് ദ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമുക്ക്
ബ്രേക്ക് കിട്ടി. സോ ഇവിടെ നമുക്ക് എൻട്രി എടുത്താൽ നമുക്ക് പ്രോഫിറ്റില്ല. സോ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച എൻട്രി എടുത്ത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലൊരു സിമ്പിൾ പ്രൈസ് ആക്ഷനാണ് ഞാൻ ചെയ്യാറ്. ഇവിടെ ഒരു വോളിയം ഉണ്ടായിരുന്നു. ഓക്കെ, വോളിയം ഉണ്ട്. സോ ഒരു ബ്രേക്കൗട്ട് കിട്ടി. ഇങ്ങനെയാണ് ഞാൻ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാറ്. സോ വരും ദിവസങ്ങളിൽ ഞാൻ ഇത് നമ്മുടെ ചാനൽ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.